റൈറ്റ്, നമ്മുടെ 13th സ്റ്റേജിലെ ഏറ്റവും ഹയസ്റ്റ് മാർക്സ് വാങ്ങിച്ച കണ്ടസ്റ്റന്റ് ആരാണ്? ഐ എം ഷുവർ സ്റ്റേജിലെ എല്ലാ പെർഫോമൻസും കണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇറ്റ്സ് നൺ അതർ ദാൻ നമ്മുടെ വെരി വെരി സ്റ്റേബിൾ രാഹുൽ. ആൻഡ് രാഹുലിന്റെ പെർഫോമൻസസ് കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന് തുടക്കം ഇടാം. രാഹുൽ കുസൃതി ചിരിയുമായി ഐഡിയ സ്റ്റാർ സിംഗറിലെ നിറസാന്നിധ്യമായ രാഹുലിന്റെ പാട്ടുകൾ കേൾക്കാൻ വേറിട്ടൊരു ഇമ്പമുണ്ടെന്നതിൽ തെല്ലും സംശയമില്ല. തനതായ ശൈലിയിൽ സ്വരമാധുര്യവും രാഹുലിന്റെ ഗാനങ്ങൾക്കുണ്ടെങ്കിൽ അതിന് കാരണം മറ്റൊന്നല്ല, സർഗസാധനയുടെ മാറ്റുരയ്ക്കൽ തന്നെയാണ്. ഏത് കല്ലും അനായാസേന എടുക്കുന്ന തുമ്പിയെപ്പോലെയാണ് ഈ മിടുമിടുക്കൻ. ഏതു പാട്ടും സധൈര്യം ഏറ്റുവാങ്ങി അർപ്പണബുദ്ധിയോടെ ആലപിക്കുന്ന രാഹുൽ ശ്രോതാക്കൾക്ക് പ്രിയങ്കരനായതിൽ അത്ഭുതത്തിന് അർഹതയില്ല. രാഹുൽ, മനോഹരമായ ശബ്ദം, വെരി ഗുഡ്. മിൻസാരപ്പൂവേ പെൺപൂവേ മെയ്തീണ്ട വേണ്ടും എന്നോട് വാരാய் என் ஆசை ஓசை கேளால் மாலையில் உன் மார்பினில் நான் துயில் காய வேண்டும், காலையில் உன் கண்களில் நான் வெயில் காய வேண்டும். சகியே 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 என் இசைக்கும் அசைக்கும் பூசைக்கும் நீ வேண்டும். രാഹുൽ, ബ്യൂട്ടിഫുൾ വോയിസ്, നല്ല റേഞ്ച്. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. പലവട്ടം കണ്ടതാണ് ഞാൻ കോളേജിൻ മൈതാനത്ത്, പലരെയും തോണ്ടുന്ന നീ ഫ്രോഡല്ലേ. You're cool, stylish, confident, great mover, smooth operator, body language plus, attitude plus, really really fantastic. പ്രേമം വെറുക്കുന്ന ഞാൻ നിന്നെ, പഞ്ചാര കണക്കിന് തൂകണ വഞ്ചകനല്ലേ നീ. But you're not a fraud, you're a brilliant singer. झूम ले हंस बोल ले प्यारी अगर है जिंदगी, झूम ले हंस बोल ले प्यारी अगर है जिंदगी. सांस के हंस एक झोंके का सफर है जिंदगी, झूम ले हंस बोल ले प्यारी अगर है जिंदगी. ഇന്ന് എന്താന്ന് പറയുക, രാഹുലിന്റെ ശബ്ദത്തിന് ഒരു ഭയങ്കര മധുരം ഉണ്ടായിരുന്നു. ധാരാളം പരിചയ സമ്പന്നനായ ഒരു ഭാഗവതർ വന്ന് പാടുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു.
ഐഡിയ സ്റ്റാർ സിംഗർ 2008 ഓഫ് കോഴ്സ് ഇതിന്റെ സക്സസിൽ വലിയ കാരണം നമ്മുടെ പെർഫോമേഴ്സ് തന്നെയാണ്, നമ്മുടെ കണ്ടസ്റ്റന്റ്സ്. ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഫാബുലസ് ജഡ്ജിംഗ് പാനൽ അല്ലേ. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടില്ലാതെ വി കുഡ് നോട്ട് have made it so far. നമ്മുടെ സെലിബ്രിറ്റി ഗെസ്റ്റ് ഓൾസോ പ്ലേ എ വെരി ഗ്ലാമറസ് റോൾ ഇൻ ദ ഷോ. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വീട്ടില് റീസെന്റ് റിലീസ്ഡ് മോസ് ആൻഡ് കാറ്റ് എന്ന ഫാസിൽ ചിത്രത്തിലെ ലീഡ് ലേഡി, ഷീസ് എ ന്യൂ ഗേൾ ഇൻ ദ ഫീൽഡ്, അശ്വതി പോയിരുന്നു. ആൻഡ് അശ്വതിയും രാഹുലും തമ്മിലുള്ള ലിറ്റിൽ ചിറ്റ് ചാറ്റിലേക്ക് നമുക്ക് ആദ്യം ചെന്ന് നോക്കാം. എന്തൊക്കെയുണ്ട് രാഹുലിന്റെ വിശേഷങ്ങൾ? ഫൈനലിലെത്തി. ISSന്റെ ഫൈനലിൽ എത്തി. അതിന്റെ ടെൻഷൻ വിശേഷങ്ങൾ കേൾക്കട്ടെ. ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ആ ഫൈനൽ സ്റ്റേജിൽ എത്തുക എന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിൽ ജോയിൻ ചെയ്തതിൻ്റെ എൻ്റെ മൈ അൾട്ടിമേറ്റ് വാസ് ദിസ് ഫൈനൽ സ്റ്റേജ്. ദൈവം അതിന് ഒരു ചാൻസ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്ന് നന്നായിട്ട് പാടുക എന്നുള്ളതിന് ടെൻഷനുണ്ട്. റാദർ ദാൻ ഈ ഫസ്റ്റ് കിട്ടും അങ്ങനെ പ്രൈസിനെ പറ്റി ടെൻഷനില്ല. പെർഫോം ചെയ്യാം, ബാക്കിയുള്ള ദൈവത്തിന് ഒരുവിധം ഒക്കെ ആയോ ആ സോങ്ങിന്റെ കാര്യങ്ങളൊക്കെ? പാട്ട് ആക്ച്വലി ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഈ പറഞ്ഞ പോലെ അവർ ലുക്ക് ആൻഡ് കോർണർ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു റഫായിട്ട് ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിനി മാക്സിമം നമ്മൾ ഓരോ മുറിച്ച് ഓരോ സാധനങ്ങൾ ഇരുന്ന് നല്ലോണം പഠിക്കാന്നുള്ള ഒരു ഇതാണ്. എന്താ പറയാ, ഫാൻസിന്റെ റിയാക്ഷൻ എങ്ങനെയാണ്? ആക്ച്വലി ഏറ്റവും ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഒരു പാർട്ടിസിപ്പന്റ് ആയ, അതും എസ്പെഷ്യലി ഏഷ്യാനെറ്റിലുള്ള ഒരു പ്രോഗ്രാമിന്റെ ഒരു പാർട്ട് ആവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ബിക്കോസ് എവിടെ പോയാലും യു സി ഏഷ്യാനെറ്റ്, ബിക്കോസ് ദാറ്റ് ഇസ് ദി ഓൺലി ചാനൽ യു സി ഓൾ ഓവർ ദ വേൾഡ്. മീൻസ് മലയാളീസ് എവിടെ പോയാലും ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ കേരളയിലുള്ള ഓഡിയൻസ് പോലെ തന്നെ അത്രയും അല്ലെ അതിനേക്കാളും കൂടുതലാണ് വെളിയിലുള്ള ഓഡിയൻസ്. അപ്പം ഭയങ്കര റിയാക്ഷനാണ്. നമുക്കിപ്പം ഇപ്പോൾ എവിടെ പോയാലും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം രാഹുൽ എന്തായി, അവര് എങ്ങനെ പോകണമെന്നല്ല, നേരിട്ട് രാഹുൽ എന്തായി, അടുത്ത റൗണ്ട് എന്തായി, എലിമിനേഷൻ എന്തായി, ഇയാൾക്ക് എത്ര മാർക്കുണ്ട്, മറ്റേ ആൾക്ക് എത്ര മാർക്ക്, രാഹുലിന് എന്താ എത്രാമത്തെ പൊസിഷനാണ്, അങ്ങനെ ഭയങ്കര ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ SMS-ന്റെ കേസാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഫാക്ടർ. SMS എന്നുള്ളൊരു ഇതിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഇവിടെ അശ്വതി ISS സ്പേസ്, അതിനിടയിൽ വോട്ടിംഗ് ക്യാമ്പയിനിങ് ആണ് കേട്ടോ. ISS സ്പേസ് രാഹുൽ പ്ലീസ് വോട്ട് ഫോർ മീ. എല്ലാരും കണ്ടുവെന്ന് വിചാരിക്കുന്നു. ഈ ഇലക്ഷൻ ക്യാമ്പയിൻ അങ്ങനെയുള്ള അല്ല, സീരിയസ്ലി നമ്മൾ അത്രയ്ക്ക് വർക്ക് ചെയ്യേണ്ട ഒരു ടൈം ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. പിന്നെ ദൈവത്തിൻ്റെ ഞാൻ അത്രയും വിചാരിച്ചുള്ളൂ, നമ്മൾ ചെയ്തില്ല എന്നൊരു ഇത് വരരുതല്ലോ, പിന്നെ ഒരു റിഗ്രറ്റ് വരരുത്. നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാതിരിക്കുക. ഈ പാട്ടുകളൊക്കെ പാടുന്നുണ്ടല്ലോ, ആരെ ഗൈഡ് ചെയ്യുന്നത് പാടാനും? ഞാൻ ആക്ച്വലി ഇത് കുറെ പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഐഡിയ സ്റ്റാർ സിംഗറിന്റെ നമ്മളൊരു കോമ്പറ്റീഷനിലുള്ള ഒരു കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സോങ് സെലക്ഷനാണ്. സോങ് സെലക്ഷൻ്റെ കേസിൽ മിക്കവാറും ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്യുക. എനിക്ക് ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഈ കുറേ നമ്മൾ അത് നോക്കും ഇത് നോക്കും അങ്ങനെ കുറേ കാര്യം നോക്കുമ്പോൾ ഞാൻ പരമാവധി ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്യാം. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് എന്നെ വളരെ കുറച്ച് പേര് അത് അവരെ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവരുടെ മൂന്ന് പേരുണ്ട്. ഒന്ന് മൻസൂർ എന്ന് പറഞ്ഞ ചേട്ടൻ, മൻസൂർ ചേട്ടൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട് ഇവിടെ തന്നെ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലാണ്. ആൻഡ് ഓഫ് കോഴ്സ് ചിത്ര ചേച്ചി. അങ്ങനെ 3 പേര് സത്യം പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ പോസിറ്റീവ് അത് ഈ പാട്ടിൻ്റെ കേസിൽ ഞാൻ ആക്ച്വലി പാട്ട് സെലക്ട് ചെയ്യുന്നത് ഞാനായിരിക്കും. പിന്നെ അവരുടെ ഞാൻ വെറുതെ സജഷൻസ് ചോദിക്കാറുണ്ട്. ഇങ്ങനെ അവരൊരു 10 പാട്ട് പറഞ്ഞാൽ അതിൽ നിന്ന് അവർ ആ 10 എണ്ണം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഞാനായിരിക്കും സെലക്ട് ചെയ്യുക. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ പാട്ട് പഠിപ്പിക്കുന്ന എൻ്റെ സാറ്, എൻ്റെ മ്യൂസിക് ടീച്ചർ രംഗമണി മിസ് ഒരുപാട് സപ്പോർട്ട് വേണം. എൻ്റെ ഏറ്റവും എന്താ പറയുക മെയിൻ സക്സസ് സ്പിരിറ്റ് എന്ന് പറയാൻ മിസ്സാണ്. മിസ് വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ നീ അത് എന്തായാലും നന്നായിട്ട് പാടാം, അല്ലെങ്കിൽ നീ അത് ഇവിടെ വരെ എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്കവാറൊക്കെ സത്യം ആവാറുണ്ട്. ഇനി അത് മുമ്പോട്ടും കൂടെ അങ്ങനെ ആവട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ. എന്തായാലും പാട്ടൊക്കെ പാടുന്ന ഇത്രയും നല്ലൊരു പ്ലേ ബാക്ക് സിംഗറായി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്ത് 2 ലൈൻ ഞാൻ പാടിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ എന്ത് വിചാരിക്കും? എന്നെ തല്ലും. ഒരു 2 ലൈൻ. കുഹു കുഹു ബോലെ കോയലിയാ കുഞ്ച് കുഞ്ച് മേ ढोरे डोले गुनगुन बोले आ कुहू कुहू बोले कोयलिया कुंज कुंज में ढोरे डोले गुनगुन बोले आ कुहू कुहू बोले कोयलिया आ. എന്താണ് എന്താ പറയാ രാഹുലിന്റെ പ്ലസ് പോയിന്റ്? പാട്ടിലാണ്.
പാട്ടിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നമ്മളങ്ങനെ പ്ലസ് പറയുന്നത് അങ്ങനെ പറയില്ല, എന്നാലും ഞാൻ പറയാം അത് പൊതുവെ എല്ലാവരും എന്നെ പാട്ട് ഞാൻ എല്ലാവരും പറയുന്ന ഒരു ഫാക്ടർ എൻ്റെ വോയിസ് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. എൻ്റെ വോയിസ് ആണ് എന്നെ സംബന്ധിച്ച് ഞാൻ തന്നെ വിചാരിച്ചിട്ടുള്ളത് ഓഫ് കോഴ്സ് എൻ്റെ വോയിസ് ആണ്. പിന്നെ ഒരു പ്ലസ് പോയിന്റ് ക്ലാസിക്കൽ ഞാൻ ക്ലാസിക്കലി ട്രെയിൻഡ് ആണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ക്ലാസിക്കൽ എൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് ഉണ്ട്, അല്ലെങ്കിൽ ക്ലാസിക്കൽ ടൈപ്പ് സോങ്സ് പാടാൻ ഒരു ഗ്രിപ്പ് ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ട്. നെഗറ്റീവ് അല്ലെങ്കിൽ നമുക്ക് എനിക്ക് ഇവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് തോന്നിയിട്ടുള്ളത് നെഗറ്റീവ് ഓഫ് കോഴ്സ് ശരത് സാർ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത് ആക്ച്വലി ഐ ഹവ് ഗോട്ട് എ ബേസ് രജിസ്റ്ററിലുള്ള എൻ്റെ വോയിസ് ഭയങ്കര ബേസ് രജിസ്റ്ററാണ്. അപ്പം ഹൈ നോട്ട്സ് ഹിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ വരാറുണ്ട്. അപ്പം ഹൈ പിച്ച് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യണം എന്നുള്ളത് ഒരു ലിമിറ്റേഷൻ ആയിട്ട് ഞാൻ കാണാറുണ്ട് മ്യൂസിക്കലി. അപ്പോൾ തന്നെ രാഹുലിനും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പം ബോസ് ആൻഡ് ക്യാറ്റ് ഒരു നല്ല സക്സസ് ആയി, ഇനി ഒരു ഭയങ്കര വെൽ നോൺ ആക്ട്രസ് ആയി വരട്ടെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ISSലെ വിന്നർ ആവുകയാണെങ്കിൽ അല്ലെങ്കിലും നമ്മുടെ പറഞ്ഞ പ്രോമിസ് എപ്പോഴെങ്കിലും അശ്വതിയുടെ ഒരു ഫിലിമിൽ പാടാൻ പറ്റട്ടെ എന്നുള്ളത്. ഫിലിം ഞാൻ കണ്ടിട്ട് എന്തായാലും റിവ്യൂ അറിയിക്കാം. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അധികം കുടിക്കണ്ട.